സാദിഖ് അലി തങ്ങളെ അപകീർത്തിപ്പെടുത്തിയ കേസ് പോസ്റ്റ് ഇട്ടത് കാപ്പ കേസ് പ്രതി മുഹമ്മദ് റോഷൻ. പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റോഷനാണ് ഈ പറയുന്ന സാദിഖ് അലി തങ്ങൾക്കെതിരെ വ്യാജ പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് സോഷ്യൽ മീഡിയയുടെ പ്രചരിപ്പിച്ചത്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം, പോലീസിൻ്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, പ്രാഥമിക വിവര റിപ്പോർട്ട് പ്രകാരം ഇത് മാത്രമല്ല, ഇതേ വ്യക്തി മൊയ്ൻ അലി തങ്ങളെയും മറ്റൊരു ബന്ധുവിനെയും പെരിന്തൽമണ്ണയിലെ ഒരു മാളിലേക്ക് വിളിച്ചു വരുത്തി അന്ന് സാദിഖ് അലി തങ്ങളുടേത് എന്ന് വ്യക്തമല്ലാത്ത ചില ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് 15 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഈ മുഹമ്മദ് റോഷൻ എന്ന് പറയുന്ന ഈ വ്യക്തി കാപ്പ കേസിൽ പ്രതിയാണ്. മാത്രമല്ല നാട് കടത്തപ്പെട്ട കാപ്പ കേസിൽ പ്രതിയായതിൻ്റെ ഭാഗമായിട്ട് നാട് കടത്തപ്പെട്ടയാളാണ്. മാത്രവുമല്ല പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലും അല്ലാതെയുമായിട്ട് നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇതും മാത്രമല്ല ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനാണ് എന്നുള്ളതാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് അറിയാൻ സാധിക്കുന്ന വിവരമെന്ന് പറയുന്നത്. ഇയാളുടെ ഫോട്ടോ, ഈ മുഹമ്മദ് റോഷൻ്റെ ഒരു ഫോട്ടോ ലഭിക്കുവാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ഞാൻ. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ അതുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത്തരക്കാരെ സമൂഹത്തിൽ തല ഉയർത്തി ജീവിക്കുവാനുള്ള, നമ്മൾ ഒരാളെ മർദ്ദിക്കുക, ഒരാളെ ആക്രമിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ കരണത്തൊരടിയടിക്കുക എന്നതിലൊക്കെ ഉപരി അതിനേക്കാൾ വലിയ ഗുരുതരമായ ഒരു തെമ്മാടിത്തരമാണ് ഈ മുഹമ്മദ് റോഷൻ ചെയ്തിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനാണ് എന്ന് പറയപ്പെടുന്ന ഈ മുഹമ്മദ് റോഷൻ കാപ്പ കേസിൽ പ്രതിയാണ്. നിരവധി ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഭാഗമായിട്ടുള്ള ആളാണെന്ന് പറയുമ്പോൾ ക്രിമിനൽ പശ്ചാത്തലവും അതോടൊപ്പം നല്ല ഒന്നാം തരം തെമ്മാടിയുമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും സംശയമില്ല. അപ്പോൾ ഉറഞ്ഞു തുള്ളിയത് 2 ആവശ്യങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന വ്യക്തി 15 കോടിയാണ് ആവശ്യപ്പെട്ടത് എന്നാണ് പറയുന്നത്, പോലീസ് പറയുന്നതാണ്. 15 കോടി രൂപ ഇയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇയാൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത്, ഇയാൾ ഒറ്റക്കല്ല, ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു ശക്തി, ഒരു സംഘം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത്, ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്ന പോസ്റ്റ് വന്നിരിക്കുന്നത് വെറും 3 പോസ്റ്റുകളാണ് ആ പ്രൊഫൈലിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 3 പോസ്റ്റുകൾ മാത്രം ചെയ്തിരിക്കുന്ന ഈ പ്രൊഫൈലിനെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ ഫോളോ ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ സൈബർ ക്രിമിനലുകളാണ്. സൈബർ ക്രിമിനലുകൾ എന്ന് പറഞ്ഞാൽ CPMൻ്റെ അന്തംഗമ്മി സൈബർ ക്രിമിനലുകളാണ് ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ പൊതുസമൂഹത്തിൽ വളരെ ചർച്ച ചെയ്യുന്ന പൊതു സർക്കാരിൻ്റെ ഭാഗമായിട്ട് പല ബോർഡിൻ്റെയും തലപ്പത്തിരിക്കുന്ന ആളുകൾ പോലും ഈ പറയുന്ന സൈബർ പ്രൊഫൈലിലെ ഫോളോവേഴ്സ് ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, പണം തട്ടാനുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ മറ്റായുധങ്ങൾ ഇല്ലാതെ വന്നപ്പോഴാണ് സാദിഖ് അലി തങ്ങൾ എന്ന് പറയുന്ന പാണക്കാട്ടെ വന്യരായ നേതാവിനെ പോലും പിച്ചി ചീന്താൻ ഈ തെമ്മാടി കൂട്ടങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ള നിഗൂഢമായ പ്രവർത്തനത്തിലേക്ക്, വളരെ മോശപ്പെട്ട തെമ്മാടിത്തരത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ ആവശ്യപ്പെട്ടത്, ഈ മുഹമ്മദ് റോഷൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചിത്രം നിങ്ങൾക്ക് ആരുടെയെങ്കിലും കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ ചിത്രം ഒന്ന് പങ്കുവെക്കണം എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. പിന്നെ ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഇയാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ക്രിമിനൽ ആയതുകൊണ്ട്, ഒരു തെമ്മാടി ആയതുകൊണ്ട്, ഇത്രയും ക്രിമിനൽ കേസിലെ പ്രതി ആയതുകൊണ്ട് പറയാൻ പോലും, പേരിന് പോലും ഒരു ജോലി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്താണെങ്കിലും ഈ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ സമൂഹത്തിൽ പങ്കുവെക്കണം. ഈ ഇത്തരക്കാർ സമൂഹത്തിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവരല്ല. കാരണം ഒരു കള്ളുകുടിയനാവട്ടെ, ഇനി മറ്റെന്തെങ്കിലും കേസുകളിൽ പ്രതിയാവട്ടെ, അവരൊക്കെ ഒരു ക്രിമിനൽ ആണെങ്കിലും അവരെ മാറ്റിയെടുക്കാം. ഇത് പണത്തിന് വേണ്ടിയിട്ട്, അത് വെറും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമല്ല സാദിഖ് അലി തങ്ങൾ.
സാദിഖലി തങ്ങൾ ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം കേരളത്തിൻ്റെ സമൂഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാ. അതിനപ്പുറം ഒരു ആത്മീയ നേതാവ് കൂടിയാണ്. എല്ലാ അർത്ഥത്തിലും എല്ലാ വിഭാഗം ജനങ്ങളും വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും നോക്കിക്കാണുന്ന ഒരു നേതാവിനെ ഒരു കാര്യവുമില്ലാതെ മോർഫ് ചെയ്ത് ചിത്രങ്ങൾ നിർമ്മിച്ച് അതിലൂടെ സമൂഹത്തിന് മുന്നിൽ തേജോവധം ചെയ്യാൻ കരുതിക്കൂട്ടി. പല കാരണങ്ങളാൽ, ഒന്ന് പണമായിരുന്നെങ്കിൽ മറ്റൊന്ന് രാഷ്ട്രീയപരമായിട്ട് തെരഞ്ഞെടുപ്പായിരുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒരു സമൂഹത്തിലെ ഒരു വലിയ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി, ജനങ്ങൾ ഇത്രയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിയെ തേജോവധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ കളിച്ച ആളുകൾ സമൂഹത്തിൽ ഇനി തലയും ഉയർത്തി ജീവിക്കേണ്ടെന്നേ. അങ്ങനെ ഒരു പരിഗണന ഇത്തരക്കാർക്ക് നമ്മൾ നൽകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യപ്പെടുകയാണ്, ആരുടെയെങ്കിലും കയ്യിൽ ഈ മുഹമ്മദ് റോഷൻ എന്ന് പറയുന്ന ആധികാരികമായിട്ട് ഇതാണ് ആ മുഹമ്മദ് റോഷൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് എനിക്കതൊന്ന് അയച്ചു തരണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഇയാളെ കൈകാര്യം ചെയ്യാനോ മറ്റെന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയാതിരുന്ന കൊണ്ട് നിങ്ങളത് ചെയ്യാതിരിക്കണമെന്നും ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ലേ? പക്ഷേ സമൂഹത്തിൽ ഇത്രയും നെറികെട്ട വൃത്തികെട്ട തമ്മാടിത്തരം ചെയ്ത ഇവനെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണ്. മനസ്സിലായില്ലേ? കാരണം ഇപ്പോൾ ഒരു കള്ളു കുടിക്കുന്ന വ്യക്തിയെ വേണമെങ്കിൽ നമുക്കൊന്ന് ചേർത്ത് നിർത്തി അവനെ ഒന്ന് ഉപദേശിച്ച് നമുക്ക് ശരിയാക്കാമെന്ന് കരുതാം. അല്ലെങ്കിൽ ഒരു ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവനെ ഒന്ന് ചേർത്ത് നിർത്തി അവൻ്റെ സങ്കടങ്ങൾക്കോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതോടൊപ്പം നിന്ന് ഒരു കൗൺസിലിംഗ് ഒക്കെ നൽകി മാക്സിമം അവനെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുവാനുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കണം. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ക്രിമിനലാണ് എന്നതിനപ്പുറം നമ്മൾ ഇത്രയും കാലം മുഹമ്മദ് റോഷൻ്റെ ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും തേടി ഇറങ്ങിയിട്ടില്ലല്ലോ. പക്ഷേ ഇന്ന് നമ്മളത് ചെയ്യേണ്ട കടമ, കാരണം ഇത്തരക്കാരെ നമ്മൾ കരുതിയിരിക്കണം. ഒരു ജാഗ്രത സമൂഹത്തിനുണ്ടാകാൻ വേണ്ടിയിട്ട് ഇത്തരക്കാരെ നമ്മൾ തുറന്ന് കാട്ടണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാ, സമൂഹം എപ്പോഴും ജാഗരൂകരായിരിക്കണം, മനുഷ്യന്മാർ എപ്പോഴും ജാഗരൂകരായിരിക്കണം. എന്തിനാ അത്? കാരണം ഇത്തരം വ്യാജ പ്രൊഫൈലുകളിലൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം കൃത്യമായ പ്ലാനിങ്ങാ. പ്രൊഫൈൽ ഉണ്ടാക്കുന്നു, 3 പോസ്റ്റുകൾ വരുന്നു. ആ പോസ്റ്റുകൾ അത്രയും വന്നിരിക്കുന്നതും ഈ പ്രൊഫൈൽ ഉണ്ടാക്കിയിരിക്കുന്നതും VPN വഴി കേരളത്തിലിരുന്നിട്ടാണെങ്കിലോ ഇന്ത്യയിലിരുന്നിട്ടാണെങ്കിലോ വിദേശത്തിരുന്നിട്ടാണെങ്കിലോ വളരെ കൃത്യമായിട്ട് തന്നെ ഒരാൾക്കും ട്രാക്ക് ചെയ്യാൻ കഴിയരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രൊഫൈൽ ഉണ്ടാക്കിയത് പോലും ഈ VPN ഉപയോഗിച്ച് വ്യാജ IP അഡ്രസ്സുകൾ സൃഷ്ടിച്ച് അതിലൂടെയാണ് ഈ പറയുന്ന പ്രൊഫൈൽ പോലും ഉണ്ടാക്കിയത്. അപ്പോൾ പ്രൊഫൈൽ മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് ആ പ്രൊഫൈലിൻ്റെ ഉദ്ദേശം, അത് ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യം സാദിഖലി തങ്ങളെ അപമാനിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നെറികേട് കാണിച്ച വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള പരിഗണനയും നമ്മൾ നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നതും ഈ വ്യക്തിയുടെ ഫോട്ടോയോ, കാരണം നിലവിൽ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയോ മറ്റോ ഒന്നും ലഭ്യമായിട്ടില്ല. നിങ്ങൾ ആർക്കെങ്കിലും അറിയുന്ന വ്യക്തിയാണെങ്കിൽ, ഇയാളുടെ മറ്റുള്ള വിവരങ്ങൾ അറിയുമെങ്കിൽ ആ ചിത്രങ്ങൾ നിങ്ങൾ പങ്കുവെക്കാൻ തയ്യാറാകണമെന്നുള്ളത് തന്നെയാണ്. കാരണം മറ്റൊരു രീതിയിലുള്ള ഒരു പരിഗണനയും ഒരു വിട്ടുവീഴ്ചയും ഈ വ്യക്തി അർഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. മാത്രവുമല്ല, ഇത്തരം അപകടം പിടിച്ച തമ്മാടികളെ, ക്രിമിനൽ തമ്മാടികളെ, ആ തമ്മാടികളെ നമ്മൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുക വഴി സമൂഹത്തിനെ ജാഗരൂകരാക്കുവാനും മറ്റൊരു അപകടത്തിലേക്ക് സമൂഹം ചെന്നെത്തതിൽ നിന്ന് അവരെ തടയുവാനും രക്ഷിക്കുവാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ വ്യക്തിയെ മാക്സിമം പൊതുമധ്യത്തിൽ തുറന്നു കാണിക്കാൻ നിങ്ങൾക്ക് സഹായിക്കണമെന്നുള്ളത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കാരണം സാദിഖലി തങ്ങൾക്കെതിരെ അത്തരത്തിലൊരു വ്യാജ നിർമ്മിതി പുറത്തു വന്നപ്പോൾ നമ്മളെല്ലാം ഞെട്ടിയെന്ന് മാത്രമല്ല, അതിലേറെ വലിയ വേദന നമ്മുടെ മനസ്സിനുണ്ടായി.
ആ വേദന നമ്മളെ കടിച്ചമർത്തി നമ്മൾ തങ്ങളോടൊപ്പം നിന്നു എന്ന് മാത്രമല്ല, നിയമപരമായിട്ട് നേരിടുവാനുള്ള ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു. അപ്പോഴും നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആരാണ് ഇതിന് പിന്നിലുള്ളത് എന്ന്. എന്താണെങ്കിലും വമ്പന്മാർ ഇതിന് പിന്നിലുണ്ട്, പ്രഗത്ഭരായ ആളുകൾ ഇതിന് പിന്നിലുണ്ട്. വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ വശം കൂടി അറിയാവുന്ന ആളുകൾ ഇതിന് പിന്നിലുണ്ട്. ഒരിക്കലും പിടിക്കപ്പെടരുത് എന്നുള്ള ആഗ്രഹം ഒന്നുള്ളത് കൊണ്ടാണല്ലോ ഈ പറയുന്ന രീതിയിൽ വ്യാജ പ്രൊഫൈലുകൾ, വ്യാജ IP അഡ്രസ് വഴി ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തു. നിമിഷങ്ങൾക്കകം ആ പോസ്റ്റ് അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ഗതികേടുണ്ടായത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായ പദ്ധതികൾ ഇതിന് പിന്നിലുണ്ടായിരുന്നു. ഒരുത്തനല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ സംഘമുണ്ട് എന്നുള്ളതാണ്. ആ സംഘത്തിലേക്ക് ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിലെ പോലീസ് എത്തുമോ എന്ന് ചോദിച്ചാൽ എത്തില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ മറുപടി. പക്ഷേ ആരെത്തിയാലും ഇല്ലെങ്കിലും ആ സംഘത്തെ നമ്മൾ തേടിപ്പിടിക്കും ഈ സമൂഹത്തിന് മുന്നിൽ. എന്നിട്ട് അവരെ കൊണ്ടുവന്ന് നിർത്തണം നമുക്ക്. കാരണം ഇത്തരം അപകടകാരികളായ തമ്മാടികൾ സമൂഹത്തിൽ തല ഉയർത്തി നടക്കരുത് എന്നുള്ളത് തന്നെയാ. ആരെയും തിരുത്താം, ഏത് കുറ്റം ചെയ്യുന്നവനെയും ഏത് മോശമായ വഴിയിലൂടെ പോകുന്നവനെയും നമുക്ക് തിരുത്താം. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇവിടെ എന്തിനുള്ള ശ്രമമാണ് നടത്തിയത്? ഒരുത്തൻ കള്ളു കുടിക്കുക അല്ലെങ്കിൽ ഒരുത്തൻ ലഹരിക്ക് അടിമപ്പെടുക എന്നൊക്കെ പറയുന്നത് അത് അവനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറച്ച് ആളുകളെയും ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അത്തരക്കാരെ നമുക്ക് ഒരു നന്മയുടെ വഴിയിലേക്ക് ചിന്തിപ്പിക്കുവാനുള്ള ഓരോ ശ്രമങ്ങൾ നടത്തി നോക്കാം. പക്ഷേ ഇത് സാദിഖലി തങ്ങളെ അപമാനിക്കുക വഴി ഇവൻ അപമാനിച്ചതും വേദനിപ്പിച്ചതും എത്രയധികം ലക്ഷക്കണക്കിന് ആളുകളെയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ തുറന്നു കാട്ടണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം സാദിഖലി തങ്ങളെ അപമാനിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവൻ നാളെ ഇതിലും വലിയ തെമ്മാടിത്തരം ചെയ്യില്ല എന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പ് പറയാൻ കഴിയോ? അപ്പോൾ അത്തരക്കാരെ ജനത്തിന് മുന്നിൽ തുറന്നു കാട്ടിക്കുക വഴി ജനം, സമുദായം, സമൂഹം അവർക്കെല്ലാം ഒരു എക്സ്ട്രാ ജാഗ്രത അത് വെച്ച് പുലർത്താൻ സാധിക്കും. അതുവഴി വലിയ അപകടത്തിലേക്ക് ചെന്ന് താടാതെ അതിൽ നിന്ന് ഒന്ന് മാറി നടക്കുവാനും അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഇത്തരക്കാരെ നമ്മൾ തുറന്നു കാട്ടുക തന്നെ വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവൻ്റെ ഫോട്ടോയോ ബാക്കിയുള്ള ഡീറ്റെയിൽസോ അറിയുമെങ്കിൽ ഇവനൊരു DYFIയുടെ ക്രിമിനൽ നേതാവാണ്, ഒരു പ്രവർത്തകനാണ് എന്നുള്ളതറിയാം. അതിനപ്പുറം ഞാൻ അതുകൊണ്ടാണ് ഇവൻ്റെ പറയുന്നത്, ഇവൻ്റെ ഫോട്ടോയും കാര്യങ്ങളുമാണ് നമുക്കിനി വേണ്ടത്. കാരണം ഇത് ഡേഞ്ചറാണ് അല്ലേ. നിങ്ങൾ ട്രാൻസ്ഫോമറിന് മുമ്പിലൊക്കെ ഒരു തലയോട്ടിയും 2 എല്ലും കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അപായം എന്ന് എഴുതി വെച്ചത് കണ്ടിട്ടില്ലേ? കാരണം എന്താ? അതറിയാം ഡേഞ്ചറാണ്. പക്ഷേ സമൂഹം ഒന്നുകൂടി ജാഗ്രത പാലിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് ബോർഡ് കൂടി വെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇത്തരക്കാർ അപകടകാരികളാണ്. നമ്മൾ മുഹമ്മദ് റോഷൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ മറ്റു പലരും ഉണ്ടാകാം. അപ്പോൾ ആ പേരിലുള്ള ആളുകൾ ക്രൂശിക്കപ്പെടുകയും ചെയ്യരുത്. എന്നാൽ ജനങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനും പാടില്ല. അതിനു വേണ്ടിയാണ് ഇത്തരക്കാരെ തുറന്ന് കാണിക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം.